ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് അതിൻ്റെ 30 ദിനരാത്രങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് 31-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നോമ്പിൻ്റെ എല്ലാവിധമായിട്ടുള്ള പുണ്യ അനുഭവങ്ങളും സ്വായത്തമാക്കാൻ ഓരോ പ്രഭാതത്തിലും വചനത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. നോമ്പെന്ന് പറയുന്നത് എപ്പോഴും അപരനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷം കൂടിയാണല്ലോ. നോമ്പും ഉപവാസവും എല്ലാം അർത്ഥമാകുന്നത് മറ്റൊരാളുടെ വേദന നമ്മുടെ വേദനയാണെന്ന് തോന്നുമ്പോഴാണ്. 1 യോഹന്നാനിൽ ഇപ്രകാരം പറയുന്നു: തൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് താൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നതല്ല എന്ന്. അന്യനെ സഹോദരനായിട്ട് കണ്ടുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളെ എൻ്റെ പ്രശ്നമാണെന്നുള്ള ബോധ്യത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം അർത്ഥപൂർണമായി തീരുന്നത്. അതിനാൽ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ചെറിയ ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പ്രഭാതത്തിന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് യേശുവിൻ്റെ ഞാനാകുന്നു എന്ന വാചകങ്ങൾ. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ഉപ്പാകുന്നു, അങ്ങനെ ഞാനാകുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഈ 15-ാം അധ്യായത്തിലും കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. നാം പലപ്പോഴും ഒരു ചെടി നട്ട് പരിപാലിക്കുമ്പോൾ അതിലൊരുപാട് പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചെടി നട്ടു, അതിൽ നിന്ന് ഒരു ഇല വരുന്നു, അതിൽ നിന്നൊരു പൂ ഉണ്ടാകുന്നു, അതിൽ നിന്നൊരു കായുണ്ടാകുന്നു. നാം അതെല്ലാം വളരെ പ്രതീക്ഷയോടാണ് കാണുന്നത്. ആ ചെടിക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് നാം ചെയ്യാറില്ല. കാര്യം നാം അത്രത്തോളം അതിനെ പരിപാലിക്കുന്നുണ്ട്, അത്രത്തോളം അതിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നാം ഓരോരുത്തരും അവൻ്റെ തോട്ടത്തിൽ ഓരോരോ ചെടികളാണ്. അവൻ നമ്മളെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നുണ്ട്. അവൻ നമ്മളെ വളരെ കരുതലോടെ പരിപാലിക്കുന്നുണ്ട്. എന്നാൽ ആ പരിപാലനമെല്ലാം അർത്ഥപൂർണമാകുന്നത് നല്ല ഫലം ആ ചെടിയിൽ നിന്ന് ലഭിക്കുമ്പോഴാണ്. അതിനാൽ എനിക്കിന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കണം. എങ്ങനെ സാധിക്കണം? യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. യേശു നമ്മിൽ വസിക്കുവാൻ, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കണ്ട് ഇവനിൽ യേശു ഉണ്ടെന്ന് പറയുവാൻ, ഇവൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറയുവാൻ, ഇവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുവാൻ സാധിക്കണം. അതിന് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഈ 1 മുതൽ 8 വരെയുള്ള ഭാഗത്തിലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൽ വസിക്കുക, യേശു കർത്താവിൽ വസിക്കുക. അത്തരത്തിൽ വസിക്കാത്തവർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകുമെന്നാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 7 പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ഉപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. ഉണക്കവിറവുകളെല്ലാം നാം തീക്ക് ഉപയോഗിക്കാറുണ്ട്. കാരണം തീ നന്നായിട്ട് കത്താൻ ഉണങ്ങിയ വിറവുകൾ സഹായിക്കും. കർത്താവ് വസിക്കാത്ത എല്ലാ ജീവിതങ്ങളും ഉണങ്ങിയ വിറവുകളോടെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവയെ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. അവയെ ആകെ തീയിലിട്ട്
വെന്ത് കരിക്കാനല്ലാതെ പ്രത്യേകിച്ചൊരു ഉപയോഗവുമില്ല. ചില ജീവിതങ്ങളെല്ലാം ഇത്തരത്തിലുള്ള വിറകുകളാണ്. അവയൊക്കെ തീയിലേക്കിട്ട് വെന്ത് കരിക്കാനാണ് കൊള്ളുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുക, ഞാൻ ഏത് ഇനത്തിൽപ്പെട്ട ചെടിയാണ്? എന്നിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? ഞാൻ ജനിച്ച നാൾ തൊട്ട് ഇന്നു വരെയും അവന് വേണ്ടി നല്ല ഫലം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. 9ഉം 10ഉം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞാണ് തമ്പുരാൻ നിർത്തുന്നത്: പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. സ്നേഹമില്ലാത്തൊരു തലമുറ കണ്ടാണ് നാം എപ്പോഴും കണി കണ്ടുണരുന്നത്. മാംസരക്ത ബന്ധങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഭയപ്പാടോടെ ജീവിക്കുന്നത്. ബൈബിൾ മറ്റൊരിടത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. അതാണ് കർത്താവ് പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഈ കെട്ടകാലത്ത് ജീവിക്കുവാൻ പറ്റിയ ഏക പ്രത്യാശ അവൻ്റെ വചനമാണ്. അവൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നതാണ്. അവൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ, അന്യോന്യം സ്നേഹിക്കുവാൻ, മറ്റൊരാളെ കരുതുവാൻ, അവൻ്റെ പ്രശ്നം എൻ്റെയും പ്രശ്നമാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ എൻ്റെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.